എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ജൂൺ 14 നടത്താനിരുന്ന സിനഡിൻ്റെ തീരുമാനങ്ങൾ സിനഡിനു മുമ്പ് തന്നെ ലീക്കൗട്ടാവുകയും അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനു വേണ്ടി അൽമായ മുന്നേറ്റം എന്ന സംഘടനയും വൈദിക സമിതി അംഗങ്ങളും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനം അതോടനുബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് സർക്കുലർ കത്തിച്ച് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്ന് മാർ ബോസ്കോ പുത്തൂരും മാർ റാഫേൽ തട്ടിലും ഒപ്പിട്ട സർക്കുലർ വന്നതിൻ്റെ വെളിച്ചത്തിൽ അടിയന്തരമായി അൽമായ മുന്നേറ്റത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റി റിന്യൂവൽ സെൻറ്ററിൽ കൂടുകയുണ്ടായി. അതേ സമയത്ത് തന്നെ അതോടൊപ്പം തന്നെ അതിരൂപത സംരക്ഷണ സമിതിയുടെ യോഗവും നിവേദിതയിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് രണ്ട് വിഭാഗങ്ങളുടെയും തീരുമാനങ്ങൾ എന്താണ് എന്ന് ഒരുമിച്ച് പരസ്പരം ചർച്ച ചെയ്യുകയുണ്ടായി. വൈദികരുടെ അതിരൂപത സംരക്ഷണ സമിതിയിലെടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് മുണ്ടടനച്ചൻ പറയും. ഞങ്ങൾ ഏകദേശം 300ഓളം വൈദികർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ചുണങ്ങമ്പേരിയിലുള്ള നിവേദിത എന്നുള്ള സ്ഥാപനത്തിൽ ഒരുമിച്ച് ചേർന്നു. ഇന്ന് വന്ന ഈ സർക്കുലർ അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ സർക്കുലർ വന്ന വഴി അത് ഒരു ചതിയുടെ വഴിയാണ്. കാരണം സീറോ മലബാർ സഭ സിനഡ് എന്ന് പറഞ്ഞാൽ ലോകമെങ്ങും ഉള്ള 50 ലക്ഷം വിശ്വാസികളുടെ ഒരു പരമോന്നത സിനഡാണ്. ആ സിനഡ് ജൂൺ 14 ഓൺലൈൻ സിനഡ് ഉണ്ടാകുമെന്ന് സീറോ മലബാർ സഭയുടെ ആസ്ഥാന കേന്ദ്രമായ മൗണ്ട് സെന്റ് തോമസിൽ കാക്കനാടിൽ നിന്ന് കഴിഞ്ഞ ജൂൺ 4 ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ആ സർക്കുലറിൽ ഓൺലൈൻ സിനഡിൽ ഏക അജണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന വിഷയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ള ഏക അജണ്ടയും അവർ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിൻ്റെ ഫലമായി ഞങ്ങളുടെ ഈ കഴിഞ്ഞ ശനിയാഴ്ച അതിരൂപതയിലെ ഫൊറോന വികാരിമാരുടെയും അതുപോലെ കൺസൾട്ടേഴ്സ് ബോഡി എന്ന് പറഞ്ഞ ആലോചന സമിതിക്കാരുടെയും ഒരു യോഗം ബോസ്കോ പിതാവ് വിളിച്ചുകൂട്ടി. ബോസ്കോ പിതാവ് യോഗം വിളിച്ചു കൂട്ടി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതിനിധികളായിട്ട് 3 പേരെ വൈദികരുടെ ഇടയിൽ നിന്നും പിന്നെ കൂരിയിൽ നിന്ന് 3 പേരും കൂടി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്തായെ കാണാനായിട്ട് അദ്ദേഹം ഒരു അപ്പോയിന്റ്മെന്റ് ഇന്ന് 11 മണിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഈ റാഫേൽ തട്ടിൽ പിതാവ് റോമിൽ ചെന്നതിന് ശേഷം റോമിൽ നിന്ന് പോരുന്നതിന് തൊട്ട് മുൻപ് വത്തിക്കാൻ ന്യൂസിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലിറ്റർജിയുടെ ടെക്സ്റ്റ് മറ്റ് 34 രൂപതകളിലും ഉപയോഗിക്കുന്ന സീറോ മലബാർ സഭ അംഗീകരിച്ച ടെക്സ്റ്റാണെന്നും അവിടെ ഏക വിഷയം ഒരു അർപ്പണ രീതിയെ കുറിച്ചിട്ടുള്ള ഒരു നിസ്സാര കാര്യമാണെന്നും അത് ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും പറഞ്ഞിരുന്നു. ഇക്കാര്യം ഇവിടുത്തെ മാർത്തോമ നസ്രാണി സംഘത്തെയും അതുമായി ബന്ധപ്പെട്ട മെത്രാന്മാരെയും ഏറെ പ്രകോപിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് നടക്കാനിരുന്ന ഈ കൂടിക്കാഴ്ച അതിലെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ട കൽദായ ലോബി മെത്രാന്മാർ അവരുടെ ഒത്താശയോടുകൂടി ഈ ജൂൺ 14 ശേഷം അവർ ഇറക്കേണ്ടിയിരുന്ന, കാരണം സീറോ മലബാർ സഭയുടെ പരമാധികാരമുള്ളത് പെർമനന്റ് സിനഡ് അംഗങ്ങൾക്കല്ല, പൗരസ്ത്യ കാര്യാലയത്തിനും അല്ല. അത് മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞു, ഈ സിനഡിനാണെന്ന്. സിനഡാണ് പരമാധികാരമുള്ളത്. ആ സിനഡിനോട് ആലോചിക്കാതെ ഒരു മേജർ ഡിസിഷൻ, അത് ഒരു 6 ലക്ഷം വരുന്ന വിശ്വാസികളെയും 450ഓളം വരുന്ന വൈദികരെയും ഈ സഭയിൽ നിന്നും തന്നെ പുറത്താക്കുന്ന രീതിയിലൊരു ഡിസിഷൻ ഉണ്ടാക്കാൻ പെർമനന്റ് സിനഡിന് അധികാരമില്ല. ഇത് ഭയപ്പെട്ടവരാണ് ഇന്നലെ രാത്രി ആ ഡോക്യുമെന്റ് ഒരു സൂത്രത്തിലൂടെ പുറത്താക്കുകയും
അതുവഴി പിന്നീട് അതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കൊടുക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാർ ഒരുമിച്ച് കൂടി ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ സീറോ മലബാർ സഭയുടെ പരമ അധികാരമുള്ള സിനഡിന്റെ ആലോചനകൾക്ക് മുൻപ് വഴിവിട്ട രീതിയിൽ വന്ന സർക്കുലർ ഞങ്ങൾ തിരസ്കരിക്കുന്നു. ഞങ്ങൾ അത് സ്വീകരിക്കുന്നില്ല. ഞങ്ങളുടെ പള്ളികളിൽ അത് വായിക്കുന്നില്ല. ജൂലൈ 3-ാം തീയതിയും ഞങ്ങൾ ജനാഭിമുഖ കുർബാന തന്നെ ചൊല്ലും. സത്യവും നീതിയുമില്ലാത്ത സഭ ക്രിസ്തുവിന്റെ സഭയല്ല. ക്രിസ്തുവിന്റെ സഭ മാർപ്പാപ്പ കാണപ്പെടുന്ന അധികാരിയാണ്, കാണപ്പെടാത്ത സ്ഥലവൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തു സത്യവും നീതിയുമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ജനവിശ്വാസികളും സത്യത്തിലും നീതിയിലും അടിയുറച്ച ബോധ്യത്തോടു കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ബോധ്യം ഞങ്ങൾ വിളിച്ചു പറയുകയാണ് ലോകത്തോട്. ഈ ജനാഭിമുഖ കുർബാന അത് ഇല്ലാതാക്കാൻ ഈ സിനഡിലെ ഏതാനും പിതാക്കന്മാർ ഒരു കോക്കസ് ആണെന്ന് സീറോ മലബാർ സിനഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കോക്കസിന്റെ ചതിപ്രയോഗങ്ങളിൽ ഞങ്ങളുടെ നീതിബോധത്തെയോ ഞങ്ങളുടെ സത്യത്തെയോ അവർക്ക് ഹനിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. ബാക്കി ഷണ്ണി ചെമ്പറയിട്ട്. സ്നേഹമുള്ളവരെ, എങ്ങനെയാണ് ഈ സർക്കുലർ ഇന്ന് സിനഡ് കൂടി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ സർക്കുലർ ഇന്ന് ഇതെങ്ങനെയാണ് പബ്ലിഷ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് നൽകുന്നത്. വത്തിക്കാനിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും സ്റ്റേറ്റ് സെക്രട്ടറി കാർഡിനൽ പരോളിനും അവരാഗ്രഹിക്കുന്നു അവരുടെ മനസ്സ് സീറോ മലബാർ സഭയിലുള്ള കുർബാനയെ സംബന്ധിച്ച ഈ തർക്കം സംഭാഷണത്തിലൂടെ സമന്വയത്തിലൂടെ പറഞ്ഞു തീർക്കണം എന്ന് തന്നെയാണ്. എന്നാലാകട്ടെ സീറോ മലബാർ സഭയിലെ കുറച്ച് മെത്രാന്മാർക്ക്, പെർമനന്റ് സിനഡിലുള്ള ഏതാനും മെത്രാന്മാർക്ക് ഉൾപ്പെടെ ഈ പ്രശ്നം അങ്ങനെ തീർക്കാൻ ആഗ്രഹമില്ല, സംഭാഷണത്തെ ആഗ്രഹിക്കുന്നില്ല. ഒരു പരിധി കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ ഒരു ദുർവിനിയോഗം അവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മാർപ്പാപ്പയുടെ മനസ്സും സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മനസ്സും ഇതാണെങ്കിൽ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കർദിനാൾ ഗുജറാത്തിക്ക് ഈ പെർമനന്റ് സിനഡ് പറയുന്ന ആശയങ്ങളോട് അവരുമായിട്ടുള്ള സൗഹൃദവും ബന്ധവും മുൻപരിചയവും ഒക്കെ അനുസരിച്ച് ഇവർ പറയുന്നതെല്ലാം നിർവഹിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം അവലംബിക്കുന്നത്. ഇത് പ്രകാരം ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന സർക്കുലറിൻ്റെ ഉള്ളടക്കവുമായിട്ട് തന്നെയാണ് പെർമനന്റ് സിനഡും മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും വത്തിക്കാനിൽ എത്തുന്നത്. മാർപ്പാപ്പയെ കണ്ടതിന് ശേഷം, കാർഡിനൽ പരോളിനെ കണ്ടതിന് ശേഷം കർദിനാൾ ഗുജറാത്തിയുമായി നടത്തിയ സംഭാഷണത്തിൽ ചർച്ചയിലാണ് ഈ സർക്കുലർ ഇവിടെ തിരിച്ച് നാട്ടിൽ വന്ന് ഇതിവിടെ പബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തുന്നത്. ആ സർക്കുലറിൻ്റെ ഏറ്റവും കീ പോയിന്റാണ് ഇന്ന് പ്രത്യേകം വാർത്തകളും മറ്റു വിശകലനങ്ങളുമായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ കത്തോലിക്ക സഭയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയിൽ തുടരാൻ അവർക്ക് അവകാശമില്ല, കത്തോലിക്ക സഭയുടെ അംഗമല്ല, അത് മറ്റൊരു മതത്തിൽപ്പെട്ട പോലെയോ അല്ലെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അവർക്ക് അധികാരമില്ല, അവരുടെ പൗരോഹിത്യം അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ രീതിയിലാണെന്ന് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരാനുള്ള കാരണം, ഇങ്ങനെ വന്നിരിക്കുന്ന ഈ സർക്കുലർ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ അത് പെർമനന്റ് സിനഡിന്റെ മാത്രം ഒരു അഭിപ്രായമാണെന്നും ഇങ്ങനൊരു തീരുമാനം ഒരിക്കലും സീറോ മലബാർ സഭയുടെ മുഴുവൻ സിനഡും ചർച്ച ചെയ്യാതെ ഒരു സർക്കുലർ പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള എതിരഭിപ്രായം മെത്രാന്മാരുടെ ഇടയിലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് മെത്രാന്മാർ തന്നെ ചിലർ അവരുടെ ഡിസെൻഡിങ് നോട്ട് പറയുകയും അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നാണ് അറിയുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ 14-ാം തീയതി നടക്കുന്ന സിനഡിനകത്ത് ഈ സർക്കുലർ സംബന്ധിച്ച് ചർച്ചകൾ വന്നാൽ സിനഡിനകത്ത് സീറോ മലബാർ സഭയുടെ എക്സ്ട്രീം അല്ലെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ബോഡിയായ സിനഡിൽ ഇതിനൊരു ഏകാഭിപ്രായം ഉണ്ടാകില്ല എന്നും ഈ സർക്കുലർ പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല എന്നും മനസ്സിലായതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടും നീതിപൂർവമല്ലാത്ത മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 14-ാം തീയതിയിലെ സിനഡിൽ ഇത് പാസ്സാകില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സർക്കുലർ അതിന് മുൻപേ പബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനം എവിടെ നിന്നോ ഉണ്ടായി. അപ്പോൾ 14-ാം തീയതിക്ക് മുൻപ് ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരു കാരണം കണ്ടെത്തണം. അതിനെന്ത് ചെയ്തു? ഇതിൻ്റെ ഡ്രാഫ്റ്റ് ഇന്നലെ വൈകുന്നേരം വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പുറത്തേക്ക് വിടുന്നു.
വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ അതിന്റെ ഒറിജിനൽ ഫോം മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും സൈൻ ചെയ്ത് പുറത്താക്കുന്നു. ഇന്നലെ പുറത്തിറക്കാൻ പോകുന്ന ഒരു സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് ഇന്നലെ ലീക്ക് ചെയ്തു എന്നൊരു ന്യായം പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കുമെന്നാണ് അവർ കരുതുന്നത്. അത് ഡ്രാഫ്റ്റ് പുറത്തായതുകൊണ്ട് ഇനി ഒറിജിനൽ സർക്കുലർ വെച്ചുകൊണ്ടിരുന്നാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് ഈ സർക്കുലർ പുറത്തു വിടുന്നു. അങ്ങനെ 14-ാം തീയതി നടക്കേണ്ട ചർച്ചയെ അവർ ഖണ്ഡിച്ചു. അത് നിരുപാധികം യാതൊരു തരത്തിലുള്ള ആലോചനയുമില്ലാതെ 14-ാം തീയതി സിനഡിൽ നടക്കേണ്ട ചർച്ചയെ ഇല്ലാണ്ടാക്കി. ഇപ്പൊ സിനഡിന്റെ അജണ്ട പോലും മാറ്റി എന്നാണ് പറയുന്നത്. ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും 14-ാം തീയതിയിലെ സിനഡ് കൂടുന്നു എന്ന് അജണ്ട മാറ്റി മെത്രാന്മാർക്ക് അറിയിപ്പ് കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഒരിക്കലും ഒരു ശരിയായ രീതിയിലൂടെ അല്ല ഈ സർക്കുലർ വന്നിരിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ പറയുന്ന ന്യായം, സിനഡാണേലും മെത്രാന്മാരാണേലും പറയുന്ന ന്യായം, കാത്തലിക് കമ്മ്യൂണിയിൽ നിന്ന്, കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപത പുറത്തു പോയി എന്നാണ് പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്. ഞങ്ങൾ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ഒരിക്കലും പുറത്തു പോയിട്ടില്ല. കത്തോലിക്ക സഭയുടെ വിശ്വാസവും ധാർമ്മികതയും സുവിശേഷ മൂല്യങ്ങളും ഒരു കേടും കൂടാതെ ഒരു വ്യത്യാസവുമില്ലാതെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് മാർപ്പാപ്പ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെയും ധാർമ്മികതയും സംബന്ധിച്ചുള്ള കമ്മ്യൂണിയനാണ്, കൂട്ടായ്മയാണ്. ഇവർ പറയുന്ന കമ്മ്യൂണിയൻ എന്താണ്? വിശുദ്ധ കുർബാനയിൽ ഒരു തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരിക്കലും കാത്തലിക് കമ്മ്യൂണിയൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യമല്ല. റൂബ്രിക് ഒരിക്കലും കാത്തലിക് കമ്മ്യൂണിയന്റെ വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഒരിക്കലും കത്തോലിക്ക കമ്മ്യൂണിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, പുറത്തു പോവുകയുമില്ല. ഞങ്ങൾ മാർപ്പാപ്പയെ അനുസരിച്ച് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ പഠിച്ച് കത്തോലിക്ക സഭയുടെ വിശ്വാസ സംഹിതകൾ പ്രസംഗിച്ച് ജീവിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ വളഞ്ഞ വഴിയിലൂടെ ഈ സർക്കുലർ ഇറക്കി ഒരു ഭീതി പരത്തി ഇവിടെയുള്ള വൈദികരുടെ ഇടയിലും ദൈവജനത്തിന്റെ ഇടയിലും ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി ഒരു അരാജകത്വം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു അബ്യൂസ് ഓഫ് പവർ, അധികാരത്തിന്റെ ദുർവിനിയോഗം ഇതിൽ ആരൊക്കെയോ നിർവഹിച്ചിരിക്കുന്നു. അതിൽ നിന്ന് പിന്മാറി സമന്വയത്തിന്റെ, സംഭാഷണത്തിന്റെ ഒരു ശൈലി സ്വീകരിച്ച് ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കുലർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. ജൂലൈ 3-ാം തീയതി ഈ പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ കുർബാന തുടർന്നും ഈ അതിരൂപതയിലെ ദേവാലയങ്ങളിൽ അർപ്പിക്കുകയും ദൈവജനം അതിൽ പങ്കുകൊള്ളുകയും ചെയ്യുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. 35 രൂപതകളിൽ ഉള്ളതിൽ 34-ലും ഇത് ചെയ്തു. എറണാകുളത്ത് 35-ാമത്തെ രൂപതയായ എറണാകുളത്ത് ചെയ്യുന്നില്ല എന്നെപ്പോഴും ഉയർത്തുന്നൊരു ചോദ്യമാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത്. ഇതുപോലെയുള്ള ചതിപ്രയോഗങ്ങളിലൂടെ നടപ്പിലാക്കാൻ ആഗ്രഹിച്ച അജണ്ടകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ നീതിബോധം അടിയറ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറാകാത്തത് കൊണ്ട് തന്നെയാണ് ഈ 35 രൂപതകളിൽ ഒരു രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപത ഈ തിന്മയ്ക്ക് കൂട്ടു നിൽക്കാതെ പൊരുതി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് അച്ഛന്മാർ കൂടിയ മീറ്റിങ്ങിൽ ഇന്നെടുത്തിരിക്കുന്ന തീരുമാനം ഈ തിന്മയ്ക്ക് മുമ്പിൽ അടിയറ വയ്ക്കാതെ പൊരുതി തന്നെ നിലകൊള്ളാനുള്ള ശക്തമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ചതിക്ക് മുമ്പിൽ ഞങ്ങൾ ഒരിക്കലും കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ, എന്ത് വേണമെങ്കിലും സ്വീകരിക്കാനുള്ള അർപ്പണബോധം ഇവിടുത്തെ വൈദികർക്കുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടെടുത്ത തീരുമാനമാണ്. പിന്നെ ഈ സർക്കുലറിൽ മറ്റൊരു സവിശേഷതയുള്ളത്, ജനങ്ങളെയും ഇവിടുത്തെ വൈദികരെയും തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ളതിൻ്റെ എല്ലാ സോഴ്സുകളും അതിലുണ്ട്. അതൊക്കെ സിനഡിലെ മെത്രാന്മാരുടെ മനപ്പായസം മാത്രമാണ്. ഇവിടെ ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ ഞങ്ങൾ നിന്ന് ഈ കാര്യത്തിന് വേണ്ടി പോരാടും. ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇവിടുത്തെ വൈദികരോ ഇവിടുത്തെ ജനങ്ങളോ തയ്യാറല്ല എന്നുള്ളത് സിനഡിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. സെൻട്രൽ കമ്മിറ്റി വളരെ അടിയന്തരമായി വിളിച്ചു കൂട്ടിയതാണ്. ഏകദേശം 200ഓളം പേരാണ് അതിൽ പങ്കെടുത്തത്. 16 ഫൊറോനകളിൽ നിന്നുള്ള ഭാരവാഹികൾ, പ്രതിനിധികളാണ് അതിനകത്തുണ്ടായിരുന്നത്, അതിൽ പങ്കെടുത്തത്. ഇപ്പോൾ നടന്ന ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവതരമായി ഞങ്ങൾ ചർച്ച ചെയ്തു.
ഏകദേശം 2-2.5 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഞങ്ങൾ ചില തീരുമാനങ്ങളെടുത്തു. ആ തീരുമാനങ്ങളാണ് ഞങ്ങൾ വൈദികരെ അറിയിച്ചത്. ആ തീരുമാനങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 6 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളെയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്: ഇന്ന് പുറത്തിറങ്ങിയ ഈ സർക്കുലർ ഏതെങ്കിലും ഒരു വൈദികൻ ഈ 16-ാം തീയതി ഞായറാഴ്ച പള്ളികളിൽ വായിക്കാൻ മുതിർന്നാൽ അൽമായ മുന്നേറ്റം വിശ്വാസികൾ അതിശക്തമായി അതിനെതിരെ പ്രതിഷേധിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ തീരുമാനം. അതുകൊണ്ട് ഒരു കാരണവശാലും വൈദികരാരും ഇത് വായിക്കാൻ തുടങ്ങരുത്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾ വളരെ ശക്തമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ പുരോഹിതരോട്, ഞങ്ങളുടെ വൈദികരോട് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ഈ സിനഡിനകത്ത് ജൂലൈ 3 മുതൽ കുർബാന ചൊല്ലിയില്ലെങ്കിൽ നിങ്ങൾ പുറത്താണ്, നിങ്ങൾ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലല്ല എന്നൊക്കെ പറഞ്ഞോട്ടെ, ഞങ്ങൾ അൽമായർക്ക് ഇത് വിഷയമേ അല്ല. ജൂലൈ 4 മുതലും നിങ്ങൾ ഇപ്പോൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതേ കുർബാനകളും അതേ കൂദാശകളും അതേ മറ്റ് സംവിധാനങ്ങളും ആത്മീയ ആവശ്യങ്ങളും നിറവേറ്റിത്തരാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഞങ്ങളുടെ വൈദികരോട് ആവശ്യപ്പെടുകയാണ്. ഈ സിനഡ് എന്ത് പറയുന്നു എന്നുള്ളത് ഞങ്ങൾ വിശ്വാസികൾക്ക് ബാധകമേ അല്ല. കാരണം ഇന്ന് 200ഓളം വിശ്വാസികൾ വന്നതിൽ ഈ മുഴുവൻ വിശ്വാസികളോടും ആലോചന ചോദിച്ച് കൈകൾ ഉയർത്തി വോട്ടിങ്ങിലൂടെ ഞങ്ങൾ പാസ്സാക്കിയ ഒരു പ്രമേയം ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര മെത്രാപ്പോലീത്തൻ സഭയായി മാറണം, വത്തിക്കാന്റെ കീഴിൽ കത്തോലിക്ക വിശ്വാസം പാലിക്കുന്ന ഒരു സ്വതന്ത്ര മെത്രാപ്പോലീത്തൻ സഭയായി ഞങ്ങൾക്ക് മാറണമെന്നും അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങളുമായി ഞങ്ങളുടെ വൈദികർ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നുമാണ് ഞങ്ങൾ തീരുമാനിച്ച മറ്റൊരു കാര്യം. ഇനി ഒന്ന്, ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് നേരെ ബിഷപ്പ് ഹൗസിന്റെ മുന്നിലേക്ക് പോവുകയാണ്. ബിഷപ്പ് ഹൗസിന്റെ മുന്നിൽ വെച്ച് അവർ ഇന്നിറക്കിയ ഈ സർക്കുലർ ഞങ്ങൾ അവിടെ വെച്ച് കത്തിക്കുകയാണ്. ഇതിനു മുമ്പ് പല സർക്കുലറുകളും കത്തിച്ചിട്ടുണ്ടെങ്കിലും ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി ഞങ്ങൾ കാണുകയാണ്. ഈ സർക്കുലർ ഞങ്ങൾ അവിടെ വെച്ച് കത്തിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ സർക്കുലർ വായിക്കണമെന്ന് ആവശ്യപ്പെട്ട 16-ാം തീയതി അതിരൂപതയിലെ വിവിധ ഇടവകകളിലും ഈ സർക്കുലർ കത്തിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഒരു കാരണവശാലും ഇത്തരമുള്ള യാതൊരു ഭീഷണികൾക്ക് മുന്നിൽ എറണാകുളം അങ്കമാലിയിലെ പ്രബുദ്ധരായ വിശ്വാസികൾ മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണ്. മെത്രാന്മാരോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: വെടിക്കെട്ടുകാരനെ ഉടുക്കുവിട്ട് പേടിപ്പിക്കരുത്. ദയവ് ചെയ്തു ഞങ്ങളുടെ ഇടയിൽ അന്തഛിദ്രം ഉണ്ടാക്കാമെന്ന് കരുതണ്ട. ഞങ്ങളെല്ലാവരും എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്: ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടാണ്. ഇന്നും ഞങ്ങൾ ഒരുമിച്ച. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ധീരമായി എന്ത് നഷ്ടം വന്നാലും സഹിക്കാൻ തയ്യാറായി നേരിടാൻ അൽമായർ ഒരുക്കമാണ് എന്ന കാര്യം മാത്രം നിങ്ങളെ അറിയിക്കുക. കഴിഞ്ഞ 68-60 വർഷമായി ഞങ്ങൾ തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, കുർബാന, അത് നാളെ മുതൽ അത് വാലിഡ് അല്ല, ഇലിസിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ, ഇൻവാലിഡ് ആണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ അത് വാലിഡ് ആയിരുന്നു, വാലിഡ് ആണ്. അത് എന്തുകൊണ്ട് ഇൻവാലിഡ് ആകുന്നു എന്ന് ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെയോ ഞങ്ങളുടെ വൈദികരെയോ ബോധ്യപ്പെടുത്താൻ ഈ സഭാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അത് കഴിയാത്തിടത്തോളം കാലം ഞങ്ങളുടെ വൈദികർ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്രയും കാലം ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിന് ചെയ്തു തന്നിട്ടുള്ള മുഴുവൻ കുദാശകളും മുഴുവൻ അജപാലന ദൗത്യങ്ങളും അവർ തുടരുക തന്നെ ചെയ്യും. അത് ഞങ്ങൾക്ക് സ്വീകാര്യവുമാണ്. ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ അതിരൂപത, ഞങ്ങളുടെ വിശ്വാസം അത് ഞങ്ങൾ കാത്തുസൂക്ഷിക്കും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഏത് തരത്തിലുള്ള പ്രതിരോധം എടുക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ പള്ളിയിലേക്ക് മറ്റൊരു തരത്തിലുള്ള ആരാധനക്രമം അടിച്ചേൽപ്പിക്കുവാൻ ആര് കടന്നു വന്നാലും, ആര് കടത്തി കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചാലും, എറണാകുളം അതിരൂപതയുടെ സത്വത്തെ കീഴടക്കുന്ന ഏതൊരു നിലപാടെടുത്താലും അതിന് ഏത് വില കൊടുത്തും ജീവൻ കൊടുത്തും പ്രതിരോധിക്കാൻ തന്നെയാണ് അൽമായ മുന്നേറ്റത്തിന്റെ അതിരൂപത സെൻട്രൽ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ അവസ്ഥയിൽ ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി
ഞങ്ങൾ പല ഘട്ടങ്ങളിലായി ഈ സിനഡിനോടും മേജർ ആർച്ച് ബിഷപ്പിനോടും വത്തിക്കാനോടും ഓറിയന്റൽ കോൺഗ്രിഗേഷനോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മുഴുവൻ ഇടവുകളും ജനാഭിപ്രായം മാത്രമേ നടത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ 450 വൈദികർ ഇതേ നിലപാട് കൃത്യമായി വത്തിക്കാൻ അറിയിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം മറികടന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ എറണാകുളം അതിരൂപതയും ഈ 6 ലക്ഷം വിശ്വാസികളും വൈദികരും നാളെ മുതൽ പുറത്ത് എന്ന് നിലപാടെടുത്താൽ അതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പ്രതിനിധിച്ചുകൊണ്ട് വത്തിക്കാനിൽ പോയ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അൽമായ പ്രതിനിധികൾക്കും ഞങ്ങളുടെ രൂപതയിൽ നിന്നുള്ള മെത്രാന്മാർക്കും വത്തിക്കാനും കാർഡിനൽ സ്റ്റേറ്റ് സെക്രട്ടറിയും കൊടുത്ത ഉറപ്പുകൾ എറണാകുളത്ത് എറണാകുളത്തിനോട് സ്വീകാര്യമായ ഒരു നിലപാട് സ്വീകരിച്ച് ചർച്ചയിലൂടെ നിലപാട് സ്വീകരിക്കണമെന്നാണ്. എന്നാൽ ഇന്നേ വരെ ഈ മേജർ ആർച്ച് ബിഷപ്പ് ചുമതല 6 വർഷമായി, ഇന്ന് 6 മാസമായി. ഈ 6 മാസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഒഫീഷ്യലായി ഒരു ചർച്ച നടത്താനോ വൈദിക പ്രതിനിധികളുമായോ അൽമായ പ്രതിനിധികളുമായോ ഒരു ചർച്ച നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഞങ്ങൾ പലവട്ടം ശ്രമിച്ചതാണ്, ഞങ്ങളെ കാണുവാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇന്ന് പ്രഭാതത്തിൽ ഒരു സർക്കുലർ കൊണ്ടുവന്നാൽ അതിന് തികഞ്ഞ അവധിയോടെ തള്ളിക്കളയുവാനാണ് അൽമായ മുന്നേറ്റത്തിന്റെ തീരുമാനം. ഈ പെർമനന്റ് സിനഡും മറ്റുള്ള എല്ലാ മെത്രാന്മാരും ഞങ്ങളുടെ വിശ്വാസികളും ഞങ്ങൾ അൽമായരും കണ്ടപ്പോഴെല്ലാം മാർപ്പാപ്പ പറഞ്ഞത്, അവരെ കണ്ടതിന് ശേഷം മാർപ്പാപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞത് ഐക്യരൂപത്തിന് വേണ്ടി നിങ്ങൾ ഐക്യം നശിപ്പിക്കരുതെന്നാണ്. ഐക്യമാണ് വലുത്, കുർബാനയിലെ ആചാരങ്ങളല്ല വലുത്, കുർബാനയുടെ എഫക്റ്റീവ്നെസ് ആണ് വലുത്, കുർബാനയുടെ അരൂപിയാണ് വലുത് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അതിനെ എല്ലാം തിരസ്കരിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ ആഹ്വാനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തികച്ചും സ്വേച്ഛാധിപരമായി ചതിപ്രയോഗത്തിലൂടെ ഒരു സർക്കുലർ ഇറക്കിക്കൊണ്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളെ വഞ്ചിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് പുത്തൂർ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ട നടപടികൾ ഞങ്ങൾ അൽമായർ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ഈ നിമിഷം അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മളെല്ലായ്പ്പോഴും കേട്ട് ചിരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പ് പുറപ്പെടാമെന്ന്. ഇവിടെ ഇത്രയും വലിയ പ്രബുദ്ധരായ സിനഡ് വേണമെങ്കിൽ അവര് 5 ദിവസം മുമ്പേ പുറപ്പെടാമെന്ന് തെളിയിച്ചേക്കാണ്. ഇത്രമാത്രം വിവരം കേട്ട ഒരു സിനഡ് ഈ സഭയെ നയിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം വലിയൊരു എന്താ പറയുക, ഇത്രയും വലിയ വിഷമം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് കാണിച്ചതിൽ ഞങ്ങൾക്കുള്ള അമർഷം ഏറ്റവും അതിൻ്റെ ഉത്തുംഗമായ നിലയിൽ ഞങ്ങളോട് രേഖപ്പെടുത്തുകയാണ്. കത്തോലിക്ക സഭയിൽ 23ഓളം പൗരസ്ത്യ സഭകളുണ്ട്. ആ പൗരസ്ത്യ സഭകളിൽ ചില സഭകൾ മെത്രാപ്പോലിത്തൻ സഭകളാണ്. ആ മെത്രാപ്പോലിത്തൻ സഭ എന്ന് പറഞ്ഞാൽ ആ മെത്രാപ്പോലിത്തൻ സഭയ്ക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാനായിട്ട് അവസ്ഥയുണ്ടാകും. ഈ സീറോ മലബാർ സഭയുടെ അകത്ത് തന്നെ കോട്ടയം രൂപത അത്തരത്തിൽ ഒരു സ്വതന്ത്ര രൂപതയാണ്. അവരുടെ ക്നാനായ രീതികൾ, ആ രൂപതയുടെ അകത്ത് 2 തരത്തിലുള്ള ആരാധനാ ക്രമങ്ങൾ ഇപ്പോഴും പാലിക്കപ്പെടുന്നുണ്ട്. അത് സീറോ മലബാർ സഭയുടെ അകത്ത് തന്നെ ആ സംവിധാനം പോസിബിളാണ്. എന്നാൽ സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ അതിന് ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തായാലും കുഴപ്പമില്ല എന്ന ഒരു തീരുമാനമാണ് ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു വലിയ ഒരു ആവശ്യമായിട്ട്, ഒറ്റക്കെട്ടായ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ വൈദികരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മാർപ്പാപ്പയുടെ കീഴിൽ നിന്ന് വത്തിക്കാന്റെ പ്രബോധനങ്ങൾ, വത്തിക്കാന്റെ വിശ്വാസം, മാർപ്പാപ്പയുടെ കീഴിലുള്ള മാർപ്പാപ്പയോടുള്ള വിധേയത്വം എന്നുള്ളതെല്ലാം കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിന് ഞങ്ങൾ മുന്നോട്ട്. ഞങ്ങൾ ബിഷപ്പ് ഹൗസിലേക്കാണ്. എറണാകുളം അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും വഞ്ചിച്ചുകൊണ്ടാണ് ഇന്ന് ഈ രംഗപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇത് ഒപ്പിടുന്നതിന് മുമ്പ് ഇവിടുത്തെ വൈദികരുമായോ ഇവിടുത്തെ വിശ്വാസികളുമായോ ആലോചിക്കുകയോ ഒരു തീരുമാനം ഞാൻ ചെയ്യാൻ പോകാണെന്ന് പോലും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെതിരെ തന്നെയാണ്. അതോടൊപ്പം തന്നെ അൽമായ മുന്നേറ്റത്തിന്റെ ഒരു തീരുമാനം വൈദികരോടൊരു ആവശ്യമാണ്. ജൂലൈ 3 കഴിഞ്ഞ് ഇവർ പിൻവലിക്കുന്നില്ല എങ്കിൽ, ഇവർ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജൂലൈ 3 കഴിഞ്ഞ്
വിശുദ്ധ കുർബാന മധ്യേ മാർപ്പാപ്പയുടെ പേരല്ലാതെ മറ്റൊരു മെത്രാന്റെയും പേര് അനുസ്മരിക്കരുത് എന്നുകൂടി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പക്കാരുടെ കൂട്ടം എന്നുള്ള രീതിയിലാണ് സർക്കുലർ വായിച്ചപ്പോൾ തോന്നിയത്, അല്ലെങ്കിൽ അങ്ങനെ സർക്കുലർ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ സ്വാഭാവികമായും അധികാരം മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? പള്ളികൾ പിടിച്ചടക്കുന്ന നടപടികളിലേക്ക് പോകേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെ കുറിച്ച് ഇല്ലാത്ത കഥകൾ, വ്യാജ നിർമ്മിതികൾ, കെട്ടുകഥകൾ, അടിച്ചു വെച്ച റിപ്പോർട്ടുകൾ നിരന്തരമായി സീറോ മലബാർ സഭയുടെ നേതൃത്വവും ഞങ്ങളുടെ മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ആൻഡ്രൂസ് താഴത്തുമൊക്കെ വത്തിക്കാനിൽ സമർപ്പിച്ചതിന്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കെട്ടുകഥകളാണ്. ഇവിടെ നിങ്ങൾ ഈ ഞങ്ങളെ കാണാൻ തുടങ്ങി, ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഞങ്ങളെ കാണാൻ തുടങ്ങിയതാണ്. ഞങ്ങളെ എല്ലാവർക്കും ഞങ്ങൾക്കറിയാം. ഞങ്ങളെ കുറിച്ച് ഇല്ലാ വചനങ്ങൾ, കെട്ടുകഥകൾ സ്വയമായി ഉണ്ടാക്കി മാർപ്പാപ്പയുടെ അടുക്ക് സമർപ്പിച്ചതിന്റെ രേഖകൾ ഞങ്ങളുടെ പല ആളുകളും ഇപ്പോ വത്തിക്കാൻ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ രേഖകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഞങ്ങളെ ഒരു കൂട്ടം തെമ്മാടികളായി ചിത്രീകരിച്ചുകൊണ്ട് ബോധപൂർവം നടത്തുന്ന ഈ ശ്രമങ്ങളെ ഞങ്ങൾ ക്രൈസ്തവ ധീരതയോടെ നേരിടും. ഞങ്ങൾ ക്രിസ്തുവിന്റെ പിൻഗാമികളാണ്. ക്രിസ്തു നീതിക്ക് വേണ്ടി കുരിശിലേറിയവരാണ്. ഞങ്ങൾ ക്രൈസ്തവ ധീരതയോടെ നേരിടും. അതിനുള്ള എല്ലാ കെൽപ്പും ഇവിടുത്തെ ആത്മാവ വിശ്വാസികൾക്കുണ്ട്. ഒരു സംശയം ഉണ്ടാക്കരുത്. തന്നെയാണ് എനിക്ക് ചോദിച്ചത്. അതായത് പള്ളി പിടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പള്ളി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലായി. ഇപ്പോൾ കേരളത്തിലുള്ള രണ്ട് സഭകൾ തമ്മിലുള്ള തർക്കത്തിന്റെ പിന്നാമ്പുറമാണ് താങ്കൾ ചോദിച്ചത്. ഇവിടെ അങ്ങനെ പള്ളി പിടിച്ചെടുക്കേണ്ടതിൻ്റെയോ പള്ളി വിട്ടുകൊടുക്കേണ്ടതിൻ്റെയോ ഉള്ള തർക്ക വിഷയം ഇവിടെ ഇല്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളും എന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂടെയായിരിക്കും. ഈ അതിരൂപതയിലെ എല്ലാ വൈദികരും ഈ പള്ളികളിൽ തന്നെ സേവനം ചെയ്യും. ഇവിടെയുള്ള ദൈവജനം ഈ പള്ളികളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് പള്ളി പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ പള്ളി വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയമേ ഇവിടെ ഉദിക്കുന്നില്ല. അത് മാത്രമല്ല, എന്തെങ്കിലും കാരണവശാൽ ഇതൊരു മെത്രാപ്പൊലീത്തൻ സഭ ആവുകയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ സഭയ്ക്ക് ഞങ്ങളുടെ സഭയുടെ പഴയ പേര് തന്നെയായിരിക്കും. ഈ സഭയുടെ പേര് എറണാകുളം അങ്കമാലി ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് എന്നാണ്. അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നാമകരണം ചെയ്തതാണ്. ആ പേര് ഇപ്പോ സീറോ മലബാർ സഭയിലുള്ള കൽദായ മെത്രാന്മാർ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേരുണ്ട്. അതാണ് ഞങ്ങളുടെ നാമം. ഞങ്ങളുടെ നിലപാട് ഞങ്ങളോടൊപ്പം നടക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കൂടെ നടക്കാൻ തയ്യാറാണ്. ഞങ്ങളെ പരിഗണിക്കാൻ തയ്യാറല്ല എങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടം പോവാം. അവർ ബോസ്കോ പിതാവ് ഈ രൂപതക്കാരനല്ല, റാഫേൽ നാട്ടിൽ രൂപതക്കാരനല്ല. ഞങ്ങളുടെ രൂപതയ്ക്ക് 468ഓളം നല്ല ധീരരായ ചതുറപ്പുള്ള വൈദികരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 6 വർഷമായി ഞങ്ങൾ കൂടെ മെത്രാനൊന്നുമില്ല. ഇവിടുത്തെ കേരളത്തിലെ ഏത് രൂപതയെക്കാളും സജീവമായ രൂപതയും പള്ളികളും സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും ആതുരാലയങ്ങളും നടത്തുന്ന ഒരു രൂപതയാണ് ഞങ്ങൾ. ഒരു മെത്രാനും വേണ്ട അവിടെ. ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്, അതിനുള്ള ആർജവുമുണ്ട്, അതിനുള്ള വൈദികമുണ്ട്, അതിനുള്ള നേതൃത്വം. നിങ്ങളൊരൊറ്റ കാര്യം ആലോചിക്കണം. ഈ നാട്ടിൽ പ്രളയം ഉണ്ടായത് ഞങ്ങളുടെ ഈ ബഹളത്തിന്റെ ഇടയിലാണ്. ഞങ്ങൾക്കൊരു മെത്രാനില്ലാത്ത സമയത്താണ്. സീറോ മലബാർ സഭ കേരളത്തിലെ ഗവൺമെന്റിന് കൊടുത്ത തുകയുടെ 70% സമാഹരിച്ച് നൽകിയത് എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. ഈ അതിരൂപതയാണ് 70%. ബാക്കിയുള്ള 34 രൂപതകളും കൂടിയാണ് ബാക്കി 30% സമാഹരിച്ചത്. അങ്ങനെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രവർത്തനങ്ങളിൽ ഒരിടത്തും യാതൊരുവിധ കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. മണിപ്പൂരിൽ വിഷയമുണ്ടായപ്പോൾ സോഷ്യൽ സർവീസ്, ഞങ്ങളുടെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 3 കണ്ടെയ്നർ സാധനങ്ങളാണ് ഇവിടെ നിന്ന് പോയത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യതയോടെ വ്യക്തതയോടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് ആർക്കും ഒരു ആശങ്കയില്ല. ഈ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ എത്രാമല്ല ഈ സഭയെ ഭരിച്ചത്? ഒരു ആർക്കദ്വീപം ഭരിച്ചിട്ടാണ് ഭരിച്ചത്. ഒരു ആർക്കദ്വീപം പുരോഹിതനാണ് ഭരിച്ചത്. എത്രാൻ
അതിന് ശേഷം ഉണ്ടായ സംവിധാനം. ഇവിടെ അർദ്ധനിയോഗം കുറിച്ചിട്ടും അൽമായതും ചേർന്ന് ഇപ്പൊ നിങ്ങൾ ഓർത്തഡോക്സ് യാക്കോബായ സഭകളിൽ കാണുന്ന ഒരു സംവിധാനമാണ് ശരിക്ക് അൽമായക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള വൈദികരും കൂടി ചേർന്ന ഒരു സംവിധാനമാണ് ഈ സഭ ആദ്യം ധരിച്ചത്. പിന്നീട് കൂടിയാണ് കത്താൻ. എനിക്ക് തോന്നുന്നു നമുക്ക് ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞെങ്കിൽ നിർത്താമെന്ന് തോന്നുന്നു. പേര് എൻ്റെ പേര് ഷൈജു ആന്റണി എന്നാണ്. ഞാൻ അൽമായ മുന്നേറ്റത്തിൻ്റെ ഇപ്പോഴത്തെ കൺവീനറാണ്. എൻ്റെ വലതുവശത്തിരിക്കുന്നത് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, വൈദിക സമിതിയുടെ സെക്രട്ടറിയാണ്. തൊട്ടപ്പുറത്തിരിക്കുന്നത് മിസ്റ്റർ റിജു കാഞ്ഞുകാരൻ, അൽമായ മുന്നേറ്റത്തിൻ്റെ PRO ആണ്. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് മിസ്റ്റർ ജെമി അഗസ്റ്റിൻ, അൽമായ മുന്നേറ്റത്തിൻ്റെ മുൻ കൺവീനറാണ്. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് ഫാദർ ജോസഫ് പാറക്കാട്ടിൽ, അതിരൂപത സംരക്ഷണ സമിതിയുടെ കോർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ, അതിരൂപത സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. നിങ്ങളുടെ വഞ്ചന ഇനിയും തുടർന്നാൽ നിങ്ങളുടെ വഞ്ചന ഇനിയും തുടർന്നാൽ കളി സൂക്ഷിച്ചോ, സർക്കുലറാണ് കത്തണത്, അന്ത്യശാസനം കത്തുന്നു, വിട്ടുപോയിക്കോ ഇവിടുന്ന്, ബോസ്കോ പുത്തൂർ മെത്രാനെ, വിട്ടുപോയിക്കോ ഇവിടുന്ന്. അയ്യോ നാണക്കേട്, സിനഡിന്റെ സർക്കുലറല്ല, തട്ടിലിന്റെ തട്ടിപ്പ് കത്തട്ടങ്ങനെ കത്തട്ടെ, പുത്തൂരിന്റെ തിട്ടൂരം, തട്ടിലിന്റെ തട്ടിപ്പ്, കത്തട്ടങ്ങനെ കത്തട്ടെ, നാളമില്ലേ പുത്തൂര്, ഞങ്ങളുടെ കാശ് തിന്നിട്ട് അരമനയിൽ സുഖിക്കാനായി, അരമനയിൽ വാഴാനായി, നാണമില്ലേ പുത്തൂര്, രാജിവെച്ച് പുറത്തു പോകും, ഞങ്ങളുടെ പ്രിയരാം വൈദികരെ, സർക്കുലർ കാട്ടി പേടിപ്പിച്ചാൽ, ആ കൈ അങ്ങ് കയ്യിൽ വെച്ചോ, കത്തട്ടങ്ങനെ കത്തട്ടെ, പുത്തൂരിന്റെ തിട്ടൂരം, തട്ടിലിന്റെ തട്ടിപ്പ്, കത്തട്ടങ്ങനെ
കത്തട്ടങ്ങനെ കത്തട്ടെ, പ്രതിഷേധം 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 അൽമായ മുന്നേറ്റ പ്രതിഷേധം അൽമായ മുന്നേറ്റ പ്രതിഷേധം സൂചനയാണ് സൂചന പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും ഓർത്ത് കളിച്ചോ ആലഞ്ചേരി ഓർത്ത് കളിച്ചോ തട്ടിലെ ഓർത്ത് കളിച്ചോ പുത്തൂരെ ഓർത്ത് കളിച്ചോ സിനോഡോളികളെ ഓർത്ത് കളിച്ചോ സിനോഡോളികളെ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും കേരളമാകെ കത്തിപ്പടരും അന്ത്യശാസനമിറക്കി എന്ന് അവർ പ്രഖ്യാപിച്ച സർക്കുലറാണ് ഇന്ന് നമ്മളിവിടെ കത്തിച്ചാമ്പലാക്കിയിരിക്കുന്നത്. ഈ ചാരം ഇനി ഒന്നും ഉപയോഗിക്കാൻ കൊള്ളില്ലാത്ത തരത്തിൽ ചാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ആ സർക്കുലറിന് നമ്മുടെ അതിരൂപതയിലുള്ള സ്ഥാനം ഈ ചാരത്തിൻ്റെത് പോലെയാണെന്ന് നമ്മളിവിടെ പ്രഖ്യാപിക്കുക. ബോസ്കോ പുത്തൂർ മെത്രാന് ഒരല്പമെങ്കിലും മാനമുണ്ടെങ്കിൽ നാളെ മുതൽ ഈ അരമനയിൽ താമസിക്കരുത്. അത് ഞങ്ങൾക്കില്ല. എറണാകുളത്തെ വൈദികരെയും എറണാകുളത്തെ വിശ്വാസികളെയും വഞ്ചിച്ചുകൊണ്ട് ഒരാരാച്ചാരായി പ്രവർത്തിക്കാൻ ഇതുപോലൊരു മെത്രാനെ ഞങ്ങൾ വിശ്വാസികൾക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം. ബോസ്കോ പുത്തൂർ മെത്രാനെ ഞങ്ങൾക്ക് വേണ്ട. അക്കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുകയാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ സമരം കൂടുതൽ ശക്തിയാർജിച്ച് കൂടുതൽ രൂപം മാറി മറ്റ് തലങ്ങളിലേക്ക് മാറ്റി നമ്മൾ മാറുകയാണ്. സീറോ മലബാർ സഭയിലെ അകത്തോ പുറത്തോ നമ്മൾ സ്വാതന്ത്ര്യമുള്ള ഒരു സഭയായി മാറുന്ന കാലം വിദൂരമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ടത് നമ്മളാണ്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ വിശ്വാസികൾ അലമുറയിട്ടാൽ കർത്താവായ യേശുവിനെ കണ്ടു നിൽക്കാനാവില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഓരോ സമയത്തും നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇന്നലത്തെ സർക്കുലർ ചോർന്നു കിട്ടിയത്. ആ അടയാളത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പറയുന്നു, നമ്മൾ സ്വാതന്ത്ര്യമുള്ള ഒരു സഭയായി മാറും. നമ്മളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്ന ദിവസങ്ങൾ ഏറ്റവും പെട്ടെന്ന് അടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് ബോസ്കോ മെത്രാനെ ഈ അരമനയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികളുമായി നമ്മൾ ഉടൻ ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ജയ് ക്രൈസ്റ്റ്. മാർപ്പാപ്പയെ കണ്ടതാണ്. മാർപ്പാപ്പ അദ്ദേഹത്തോട് പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. ബോസ്കോ മെത്രാൻ മാർപ്പാപ്പയെ കണ്ടതിന് ശേഷം വത്തിക്കാനിൽ വെച്ച് ഞങ്ങളുടെ വൈദികരുമായി അദ്ദേഹം തന്നെ സംസാരിച്ചാണിത്. ഞങ്ങൾ ആരും പറഞ്ഞല്ല, അദ്ദേഹം തന്നെ സംസാരിച്ചതാണ്. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളെയും കൂടി ചേർത്ത് കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു ഐക്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മാർപ്പാപ്പ പറഞ്ഞു എന്ന് പറഞ്ഞു. ലംഘിക്കപ്പെട്ടില്ലേ? അത് പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ചതിയുടെ പര്യായമായ ബോസ്കോ മെത്രാന് ഇവിടെ തുടരാൻ അർഹതയില്ല. ഇനിയിപ്പോൾ ഈ ജനാഭിമുഖ കുർബാന തുടരാൻ തന്നെയാണ്. പ്രത്യേകിച്ച് മാർച്ച് ഈ ജൂലൈ 4 എന്നൊരു അന്ത്യശാസ്ത്രം നൽകിയിട്ടുണ്ട് സഭയുടെ ഭാഗത്തുനിന്ന്. അത്തരത്തിലൊരു അന്ത്യശാസ്ത്രത്തിന്റെ ഭാഗമായി നടപടി ഉണ്ടായാൽ നിങ്ങൾ എന്താണ് അടുത്ത നടപടിയാണ്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജൂലൈ 4 മുതൽ ഈ കുർബാന ചൊല്ലിയാൽ കത്തോലിക്ക സഭയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുമെന്നാണ് ബോസ്കോ മെത്രാൻ പറഞ്ഞത്. ബോസ്കോ മെത്രാൻ കത്തോലിക്ക സഭയിൽ ആരാണ്? ബോസ്കോ മെത്രാൻ സീറോ മലബാർ സഭയിലെ റിട്ടയർ ചെയ്ത ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാത്രമാണ്. ഇദ്ദേഹവും റാഫേൽ തട്ടിൽ പിതാവും കൂടി കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കും. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ എന്ത് വലിയൊരു പ്രസ്ഥാനമാണെന്നറിയാം. അതിനകത്ത് ഇവരാരുമല്ല. ഇവർക്കത് പുറത്താക്കാനുള്ള അധികാരമില്ല. ഒരു സംശയമില്ല, പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. സംശയം